മോർണിംഗ് ഗായ്സ്. എൻ്റെ 341 സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബിങ്. പുതുതായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാനിപ്പോൾ ഉള്ളത് ഫ്രാൻസിലാണ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെക്കൻഡ്, വെയിലുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടോ, പി പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത പാർക്കിംഗ് 14 കിലോമീറ്റർ, നെക്സ്റ്റ് 300 മീറ്ററിൽ വരുന്നുണ്ട് എന്നാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് കയറാൻ പറ്റുമെന്നും കൂടെ നോക്കാം. ഒരു സെക്കൻഡ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ യൂറോപ്പിൽ കുറേ നിയമങ്ങളുണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് സെറ്റപ്പും കൂടിയാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് കാർ പാർക്കിങ്ങും ക്യാമ്പേഴ്സിനും വേണ്ടി, ഇത് നമ്മുടെ ട്രക്കിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണിത്. ഇപ്പോൾ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവർ കണ്ട റോഡിലൊക്കെ ഒതുക്കിയിട്ടേക്കുവാണ്. പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് അല്ല ഇത്, പക്ഷേ സ്ഥലം ഫില്ലായതുകൊണ്ട് അവർ ഒതുക്കിയിട്ട്. ഇപ്പോൾ അവിടെ ഇന്നലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. ഇത് ചെറിയൊരു പാർക്കിംഗ് സ്പേസാണ്, പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നൊരു 10 വണ്ടിക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവരെല്ലാം റെസ്റ്റിൽ വന്ന വണ്ടികളാണ്. ഇപ്പം 4.5 മണിക്കൂർ ഓടി 45 ബ്രേക്ക് എടുക്കുന്ന വണ്ടികളും കാണും. ഇവിടെ ഹൈവേന്ന് കണ്ടോ, ഹൈവേന്ന് നമ്മൾ കട്ട് ചെയ്ത് അകത്ത് കയറി തിരിച്ചത് എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. കണ്ടോ, ഇത്രയും സിമ്പിളാണ് ഇവിടുത്തെ പരിപാടി. ഇത് ഗവൺമെൻറ് കെട്ടിയത്. ഇതിൻ്റെ ഇവിടെ തന്നെ എന്തുണ്ടെന്നറിയോ, ബാത്റൂം ഉണ്ട്, വെള്ളം കുടിവെള്ളം എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ടോയ്ലറ്റും ബാത്റൂം മീൻസ് ടോയ്ലറ്റാണുള്ളത്, കുളിക്കുന്ന സൗകര്യമില്ല. ടോയ്ലറ്റും കുടിവെള്ളം എടുക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ട്. ഓക്കെ, ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഹൈവേയിലാണെങ്കിൽ അടുത്ത 2 കിലോമീറ്ററിലുണ്ട്, അത് കഴിഞ്ഞാൽ 13 കിലോമീറ്ററിലുണ്ട്, അത് കഴിഞ്ഞാൽ 36ാമത്തെ കിലോമീറ്ററിലുണ്ട്. 36ാമത്തെ കിലോമീറ്ററിൽ പമ്പാണ്, ഷെല്ലിൻ്റെ പമ്പ് ഫെസിലിറ്റി. പമ്പുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ കൊടുക്കണമെന്ന് ഇവിടെ നിയമം. ടോയ്ലറ്റ് ഫെസിലിറ്റി, അതായത് നമ്മുടെ അവിടെ പോലെ പമ്പിൽ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഒരെണ്ണം ഉണ്ടാകും, വൃത്തി മെനയില്ലാതെ ഒരെണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ആ സെറ്റപ്പ് അല്ല ഇവിടെ. പമ്പുകളിലൊക്കെ മിനിമം 10-12 ടോയ്ലറ്റും കുളിക്കാൻ 1-2 കുളിക്കാനുള്ള ഫെസിലിറ്റി അങ്ങനെയുള്ളതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമുക്ക് അധികം ട്രക്ക് ഡ്രൈവേഴ്സിന് എന്ന് പറഞ്ഞാൽ ടൈമിംഗ് വെച്ച് ഓടുന്നത് കൊണ്ട് നമുക്ക് ഈ 45 എടുക്കുന്നതിനിടയിൽ ചിലർ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വരും. നമുക്ക് അതിനിടെ കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് പോയി കുളിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അങ്ങനെ എനിവേസ്, അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ടോളും കൂടെ വരുന്നുണ്ട്. പറ്റിയ ടോളും കൂടെ കാണിച്ചു തരാം. വെയിറ്റ്, വേണ്ട, നമ്മൾ ടോള് കയറുകയാണ്. ടോള് ഭയങ്കര സിമ്പിൾ സെറ്റപ്പാണ്. കണ്ടത് ഇഷ്ടം പോലെ ഗേറ്റുകൾ ഇങ്ങനെ ഉണ്ട്. നമ്മളിവിടെ വന്നു വണ്ടി ഇങ്ങനെ ഒന്ന് ചവിട്ടി സ്ലോ ചെയ്ത് അപ്പുറത്ത് 30 കൂടെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളധികവും എപ്പോഴും ഇതിൽ ഈ സൈഡേ പിടിക്കാവും. അങ്ങനെ ഒരു ഇതുണ്ട്. എന്തായാലും